അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് ടെസ്സി എന്നാണ്. വീട് അങ്കമാലി, അടുത്ത് ഇളവൂര് പള്ളിയാണ് ഇടവക. അങ്കമാലി ഭാഗത്താണ് വീട്, പുളിയനം. ഞാനിവിടെ ഒരു 2017 കാലഘട്ടത്തിൽ ഏതാണ്ട് തുടക്കം കാലം തുടങ്ങി വരുന്നതാണ്. മാസത്തിലൊരിക്കൽ മിക്കവാറും മുടങ്ങാതെ മാക്സിമം വരുന്നുണ്ട്. അച്ഛൻ പറയണ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടിരിക്കും. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കും ഇവിടെ വന്ന്, അത്രേ ചെയ്യണുള്ളൂ. പ്രാർത്ഥനയിൽ വിട്ടു പോകണില്ല. പിന്നെ ഇടയ്ക്ക് സാധിക്കുന്ന സമയങ്ങളിൽ കുർബാനയ്ക്കും പോവും, കുമ്പസാരിക്കും, അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് എൻ്റെ തൊണ്ടയിൽ വെള്ളം തടഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ കഴിഞ്ഞ ഒക്ടോബറിൽ 3-ാം ഞായറാഴ്ച ഇവിടെ വന്നു. അപ്പോൾ എൻ്റെ അമ്മയും കൂടെ വന്നു. അപ്പോൾ ആ വരണതിന് തൊട്ടുമ്പോൾ അമ്മയോടെയും പറഞ്ഞു, എൻ്റെ തൊണ്ടയിൽ ഇങ്ങനെ എന്തോ എപ്പോഴും വെള്ളം കെട്ടിക്കിടക്കണ മാതിരി ഒരു അവസ്ഥയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, നീ ആശുപത്രിയിൽ പോയി കാണ് എന്ന്. എപ്പോഴും അങ്ങനെ പറയും. ഞാൻ മൈൻഡ് ചെയ്തില്ല, കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ച് വന്നു. പക്ഷെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ ഇവിടെ ആൾത്താരയിൽ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു വ്യക്തിയുടെ തൊണ്ടയിൽ മുഴയുണ്ട്, ആ മുഴ എടുത്തു മാറ്റണോ, നിങ്ങളങ്ങനെ ക്യാൻസർ വന്നാലും പേടിക്കൊന്നും വേണ്ട, ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. അപ്പം ഞാൻ വിചാരിച്ചത് ആർക്കണാവോ, അങ്ങനെ ഒരാളെ പറ്റി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ചിന്തയുണ്ട്, നമ്മുടെ അല്ല, നമുക്കങ്ങനെയൊന്നും വരില്ല. ഒരു തകരാറ് പറയുമ്പോൾ നമുക്കങ്ങനെയൊന്നും വരില്ല എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക് എപ്പോഴും വരിക. അത് കഴിഞ്ഞു അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ ചെന്ന് തലയിൽ കൈ വെച്ചപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു, ചേച്ചിയുടെ തൊണ്ടയിലായിരുന്നു മുഴ, അത് പൂർണ്ണമായും വിട്ട് മാറി എന്ന് ആ സമയത്ത് എന്നോട് പറഞ്ഞു. തൊണ്ടയിലൊരു മുഴയുണ്ടായിരുന്നു. ആ മുഴ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ 3-ാമത്തെ ഞായറാഴ്ച പങ്കെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ആ മുഴ യേശുവിൻ്റെ നാമത്തിൽ അപ്രത്യക്ഷമായി. എത്ര നാളായിട്ടുണ്ട് ഈ തൊണ്ടയിൽ വെള്ളം കിട്ടുന്നത് പോലെയുള്ള? കുറച്ച് നാളായി, ഞാൻ ശ്രദ്ധിക്കണുണ്ടായിരുന്നില്ല. മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ആ തൊണ്ട അടയെല്ലാം ഒരു പ്രശ്നവും വരാറുണ്ട്.